അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ പോംഗ്രാനൈറ്റ്, സെക്കൻഡ് വൺ പഴം, തേർഡ് വൺ ആപ്പിൾ, പിന്നെ പഴം, പിന്നെ ഗ്രേപ്സ്, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിൽക്ക്. പിന്നെ ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. നമുക്ക് ഓരോന്ന് മേക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് മിൽക്ക് മാറ്റി വെക്കുക. ഈ മറ്റേ ഗ്ലാസ് മിൽക്ക് നമ്മൾ ഗ്യാസ് മിൽക്ക് വെക്കുക. മിൽക്ക് ഇങ്ങനെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറിനുള്ളിൽ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് പാലും കൂട്ടി മിക്സ് ആക്കാം. കാണാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡറും 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് പാലും പാടും. കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കെട്ടാൻ പാടില്ല. ഇതിലേക്ക് തിളക്കുമ്പോഴേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട കെട്ടാതെ ഈ കസ്റ്റാർഡ് ഒഴിക്കും. അതുപോലെ തന്നെ നമുക്ക് മുറിച്ച് വെക്കാം. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ ആയിട്ടുള്ള അപ്പോൾ തണിച്ചിട്ടുണ്ട്. ഓരോ ഫ്രൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം. കാണാം. എങ്ങനെയുണ്ട്?